കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളതാണ്, അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങളാണ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJP ക്യാമ്പുകളിലൊക്കെ ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അത് അവർക്ക് എത്രത്തോളം എളുപ്പമാകും എന്നുള്ളത് ഇപ്പോഴും വലിയ സംശയത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം മറ്റു വിഷയങ്ങൾ, പ്രത്യേകിച്ച് കരമനസുലിന്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ അതിൽ വലിയ ആശങ്കകൾ BJPക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വലിയ ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങളായും അല്ലാതെയും ഒക്കെ നടത്തുന്നുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് തലസ്ഥാനം പിടിക്കുക എന്നത് തുടർഭരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് LDFന്റെ വിലയിരുത്തൽ എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം തലസ്ഥാനമാണ് അവരുടെ ഏറ്റവും വലിയ പോരിനിറങ്ങുന്ന സ്ഥലം എന്നൊക്കെയുള്ള രീതിയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF കണക്കാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ തിരുവനന്തപുരം ജില്ലയെ മൊത്തമായി എടുത്തു നോക്കുമ്പോൾ ഏത് തരത്തിലാണ്, എവിടെയൊക്കെയാണ് BJPക്ക് സ്വാധീനമുള്ളത്, മറ്റെവിടെയൊക്കെയാണ് കടുത്ത പോരാട്ടത്തിലേക്ക്, ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുക, ഏതൊക്കെ പഞ്ചായത്തുകളാണ് LDFന് അനുകൂലം, UDFന് അനുകൂലമായി നിൽക്കുന്നത്, കഴിഞ്ഞ വർഷത്തേക്കാൾ ഇല്ലെങ്കിൽ അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ മാറ്റങ്ങൾ സംഭവിക്കുന്നത്, എന്തൊക്കെ ഘടകങ്ങൾ സ്വാധീനിക്കും, ഇല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങൾ വോട്ടാകും എന്നൊക്കെയുള്ളത് പരിശോധിക്കാം. അതിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ എക്കാലവും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ മനസ്സ്. ആകെ 26 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, ഒരു കോർപ്പറേഷൻ, 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 4 നഗരസഭകൾ, 73 ഗ്രാമപഞ്ചായത്തുകൾ. ഇതാണ് തിരുവനന്തപുരത്തിന്റെ ആകെ തദ്ദേശ ചിത്രം. ജില്ലാ പഞ്ചായത്തിൽ ആകെ 26 ഡിവിഷനുകൾ, അതിൽ 20ഇടത്തും LDFനാണ് ആധിപത്യം. സംസ്ഥാനത്ത് ഇത്തവണ കടുത്ത പോരാട്ടം നടക്കുന്ന കോർപ്പറേഷനുകളിൽ ഒന്നാണ് തിരുവനന്തപുരം. LDFും BJPയും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഇടം. ആകെയുള്ള 100 ഡിവിഷനുകളിൽ നിലവിൽ 56ഇടത്തും LDF, 34 സീറ്റുകളാണ് BJPക്കുള്ളത്. UDFനാവട്ടെ കേവലം 10 സീറ്റുകൾ മാത്രം. വർക്കല, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര എന്നിങ്ങനെ 4 നഗരസഭകളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളത്. നിലവിൽ 4 നഗരസഭകളും LDFനൊപ്പം. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10ഇടത്തും LDFന്റെ സമഗ്രാധിപത്യം. ജില്ലയിൽ ആകെയുള്ള 73 ഗ്രാമപഞ്ചായത്തുകളിൽ 53ഉം ഇടതുപക്ഷത്തിനൊപ്പമാണ്, 16ഇടത്ത് UDF. ഇത്തവണ രാഷ്ട്രീയ കേരളത്തിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളിലൊന്ന് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. കോർപ്പറേഷന്റെ അധികാരം പിടിക്കാൻ BJP ഇത്തവണ അടവുകളെല്ലാം പയറ്റും. സംസ്ഥാന അധ്യക്ഷനെ തന്നെയാണ് കോർപ്പറേഷന്റെ ഭരണം പിടിക്കാനുള്ള ചുമതല നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. ദൗത്യം വിജയിച്ചില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനും അത് വലിയ തിരിച്ചടിയാകും. 3ാം വട്ടവും തുടർഭരണം ലക്ഷ്യമിടുന്ന LDFന് തലസ്ഥാന നഗരത്തിന്റെ ഭരണം നഷ്ടപ്പെടുക എന്നത് ചിന്തിക്കാൻ പോലുമാവാത്ത കാര്യം. കേവലം 10 സീറ്റുകൾ മാത്രമുള്ള കോൺഗ്രസ് ആവട്ടെ ഇത്തവണ നില മെച്ചപ്പെടുത്താനുള്ള പോരാട്ടത്തിലാണ്. എന്തായാലും തലസ്ഥാന നഗരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പം എന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ തദ്ദേശ പോരാട്ടം ഇത്തവണ ചൂട് പിടിക്കുമെന്ന് ഉറപ്പ്.